ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി കടായി ചിക്കൻ്റെ റെസിപ്പി നോക്കാം. നമുക്ക് ഗീ റൈസ്, ചപ്പാത്തി, പൊറോട്ട എന്നിവൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മിനിമം ഒരു 20 മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റാം. നന്നായിട്ട് ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കട്ടെ. അങ്ങനെ നമ്മൾ പൊരിക്കുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് മാത്രം 2 സ്പൂൺ കോൺഫ്ലവർ 2 സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് മിക്സാക്കി നല്ല ചൂടായ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഒരു ഹാഫ് കുക്ക് ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മൊത്തത്തിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഇപ്പോൾ ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അടുത്ത ട്രിപ്പും ഇനി അങ്ങനെ ചെയ്ത് മൊത്തത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ പൊരിച്ച എണ്ണയിലോട്ട് തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ നൈസായിട്ട് അരിഞ്ഞു വെച്ച സവാള നന്നായിട്ട് വഴറ്റുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നല്ലോണം വഴറ്റിയെടുക്കണം. ഉള്ളി വഴറ്റുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് പഞ്ചസാര മാത്രം ചേർത്താൽ കടായിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. കുറച്ച് മാത്രം ചേർത്താൽ മതി. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളക് നടുവേ കീറിയതും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അതിന് വേണ്ടി കുറച്ച് ഗരം മസാല, കുറച്ച് വലിയ ജീരകപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ അതൊക്കെ നന്നായിട്ട് റെഡിയായ ശേഷം നമുക്കൊരു തക്കാളി കൈ വെച്ചിട്ട് നന്നായിട്ട് ഞെരടിയിട്ട് അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം ഒന്ന് നല്ലോണം അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇതൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് കിട്ടണം. അപ്പോൾ അതാ നമ്മുടെ മസാലയൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മുടെ കടായിലോട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ അതിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ആദ്യമൊക്കെ കിട്ടിയിരുന്ന ഒരു കടായി ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.